ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് UAE. സഹിഷ്ണുതകാര്യ മന്ത്രി അടക്കമുള്ളവരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം അബുദാബിയിൽ ചർച്ച നടത്തി. 8-അംഗ സംഘത്തിന്റെ UAE പര്യടനം നാളെ പൂർത്തിയാകും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കാൻ ലോക്സഭാംഗം ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് UAE-യിലെത്തിയത്. ഫെഡറൽ നാഷണൽ കൌൺസിൽ അംഗം അഹമ്മദ് മിർ ഖൂരിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം ഇന്ത്യൻ സംഘത്തിന് ലഭിച്ചു. UAE സഹിഷ്ണുതാകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായിട്ടായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. പഹൽഗാമിൽ 26 സാധാരണക്കാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തെക്കുറിച്ചും ഇതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയെക്കുറിച്ചും സംഘം വിശദീകരിച്ചു. ഓരോ ഇന്ത്യക്കാരന്റെയും സുരക്ഷ പ്രധാനമാണെന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ കൂടെയുണ്ടാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം UAE പ്രതിരോധ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുയൈമി പറഞ്ഞു. We have a history of relationship with India. We want to take it to the next level. We want to, make sure that the future, both nation, the people will enjoy a better relationship, and we will work together, not only based on our bilateral relationship. എംപിമാരായ E.T. മുഹമ്മദ് ബഷീർ, ബാൻസൂരി സ്വരാജ്, അബ്ദുൽ ഗാർഗ്, സാംസീദ് പത്ര, മനൻ കുമാർ മിശ്ര, മുൻ MP SS അലുവാലിയ, നയതന്ത്ര വിദഗ്ധൻ സുജൻ ചിനോയ് എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിർ, ഗ്രാൻഡ് മോസ്ക് എന്നിവയും സംഘം സന്ദർശിച്ചു. ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവയാണ് ഗൾഫ് രാജ്യങ്ങൾ. തീവ്രവാദത്തിനെതിരായിട്ടുള്ള നിലപാട് ഈ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സന്ദർശനത്തോടെ കഴിയുന്നു. നാളെയാണ് സന്ദർശനം പൂർത്തിയാകുന്നത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.